അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഏവിയേഷൻ ഹിസ്റ്ററി നാഴികക്കല്ലായി മാറിയ അല്ലെങ്കിൽ ഫൈറ്റർ പ്ലെയിനുകളുടെ ചരിത്രം തന്നെ തിരിച്ചു കുറിച്ച ഒരു വിമാനത്തെക്കുറിച്ചാണ്. ഇത് വെറും ഒരു ഫൈറ്റർ വിമാനത്തിൻ്റെ കഥയല്ല. ഇരുൾ നിറഞ്ഞ നോർത്തേൺ യൂറോപ്പിലെ വനാന്തരങ്ങളിൽ നിന്നും തണുത്തു മറച്ച കടൽപ്പരപ്പുകളെ കീറി മുറിച്ചു വന്ന് യൂറോപ്പിലാകമാനം ഭീതി വിതച്ച വൈക്കിങ്ങുകളുടെ പിന്മുറക്കാർ ലോകത്തിലെ ഏറ്റവും മികച്ച എയർഫോഴ്സുകളിലൊന്നിന് രൂപം കൊടുത്ത ചരിത്രം കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സ്വീഡിഷ് വൈക്കിങ്ങുകളുടെ ആ ഡ്രാഗണെ കുറിച്ചാണ്, ദ ഇൻഫേമസ് സാബ് 35 ഡ്രാഗൺ. അപ്പോൾ സ്വീഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈക്കിംഗ് പാരമ്പര്യമൊക്കെ അവകാശപ്പെടുമെങ്കിലും ആധുനിക ലോകത്ത് മോഡേൺ വേൾഡിൽ സ്വീഡൻ എന്ന് പറഞ്ഞാൽ സമാധാനപ്രിയന്മാരായ മനുഷ്യന്മാരുടെ ഒരു രാജ്യമാണ്. അതായത് ലിവിങ് സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ലോകത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയല്ല. നമ്മൾ സ്വീഡൻ എന്ന ഈ സ്കാൻഡിനേവിയൻ രാജ്യത്തിൻ്റെ ചരിത്രം, അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഭൂപടത്തിൽ വളരെ നിർണായകമായ ഒരു ജിയോഗ്രാഫിക്കൽ പൊസിഷനുള്ള ഒരു രാജ്യമാണ് സ്വീഡൻ. തന്നെയല്ല ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നും കൂടിയാണ് സ്വീഡൻ. എന്നിട്ടും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടന്ന ഒരു യുദ്ധത്തിലും, അതായത് സെക്കൻഡ് വേൾഡ് വാർ ഉൾപ്പെടെ ഒരു യുദ്ധത്തിലും സ്വീഡൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഒന്നാം ലോകമഹായുദ്ധത്തിലും അതുപോലെ രണ്ടാം ലോകമഹായുദ്ധത്തിലും സ്വീഡൻ വലിയൊരളവ് വരെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു പൊസിഷനായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതായത് വലിയൊരു അളവ് വരെ എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ അവരുടെ അയൽ രാജ്യമായ ഫിൻലാൻഡിനെ ആക്രമിച്ചപ്പോൾ, അതായത് വിൻ്റർ വാറിലും അതുപോലെ കണ്ടിന്യൂഷൻ വാറിലും ഒക്കെ അവർ അൺഒഫീഷ്യലി ഫിൻലാൻഡിനെ പിന്തുണച്ചു. തന്നെയുമല്ല സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലത്ത് ജർമ്മനി നടത്തിയ ആക്രമണങ്ങളുടെ ഫലമായിട്ട് ഡെൻമാർക്കിൽ നിന്നും മറ്റുമൊക്കെ അഭയാർത്ഥികളായി വന്ന ജൂതന്മാർക്ക് അവർ അഭയം കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പിൽ ആകമാനം നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച രാജ്യം കൂടിയാണ് സ്വീഡൻ. പക്ഷേ ഈ മഹായുദ്ധങ്ങൾക്ക് ശേഷം കോൾഡ് വാർ കാലഘട്ടത്തിൽ, അതായത് നമുക്കറിയാം സ്വീഡൻ എന്ന രാജ്യം സോവിയറ്റ് യൂണിയനുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. തന്നെയുമല്ല ഒരു നേറ്റോ അംഗരാജ്യമായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം അതിർത്തി, സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം സ്വയം ഒരുക്കുക എന്നുള്ളത് സ്വീഡനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായി മാറി. അതിന് കാരണം സ്വീഡൻ്റെ ആ ജിയോഗ്രഫിക്കൽ പൊസിഷൻ തന്നെയാണ്. അതായത് ഇതിനോടകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നോർത്തേൺ യൂറോപ്പിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് സ്വീഡൻ. തന്നെയുമല്ല സ്വീഡൻ എന്ന രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ സിംഹഭാഗവും നിബിഡ വനങ്ങളും തടാകങ്ങളും അതുപോലെ മഞ്ഞു മൂടിയ പർവ്വത ശിഖരങ്ങളിൽ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സ്വീഡൻ്റെ ജനസംഖ്യയുടെ സിംഹഭാഗവും അധിവസിക്കുന്നത് സ്വീഡൻ്റെ സതേൺ ഭാഗത്താണ്. അതായത് സ്വീഡനിലെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്താണ്. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അത് സോവിയറ്റ് യൂണിയനുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും സോവിയറ്റ് ബോംബറുകൾ, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ബോംബുകളും വഹിച്ചുകൊണ്ട് ടുപ്ലോവ് ബെയർ പോലെയുള്ള ഭീമാകാരൻ ബോംബറുകൾ ഇവരുടെ അതിർത്തിയിലൂടെ പെട്രോളിംഗ് നടത്താൻ തുടങ്ങിയതോടുകൂടി അവരുടെ വ്യോമാതിർത്തിക്ക് സുരക്ഷ ഒരുക്കാൻ സ്വീഡന് മുന്നിൽ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ നേറ്റോയിൽ അംഗമായി അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായി മാറുക, അല്ലെങ്കിൽ സ്വന്തം സംരക്ഷണം സ്വയം ഏറ്റെടുക്കുക. വൈക്കിംഗ് പോരാളികളുടെ പോരാട്ടവീര്യം സിരകളിൽ പേർന്ന ആ ജനത രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ലോകം ശീതയുദ്ധത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്ന കാലത്ത് അങ്ങ് ഉത്തര ധ്രുവത്തിന് താഴെ ആ തണുത്തുറഞ്ഞ ഭൂമിയിൽ തീജ്വാലകളെ നിശ്വസിക്കുന്ന ഒരു ഡ്രാഗന്റെ ജന്മത്തിന് അവർ കളമൊരുക്കി. ആകാശയുദ്ധങ്ങളിലെ സകല സമവാക്യങ്ങളും തിരുത്തിക്കുറിച്ച ആ യാനത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് 1949 അതായത് ആ സമയമാകുമ്പോൾ സ്വീഡിഷ് ഗവൺമെൻറ് സ്വന്തമായി ഒരു ഫൈറ്റർ നിർമ്മിക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞാൽ സ്വീഡൻ്റെ വളരെ പ്രത്യേകതയുള്ള ആ ജിയോഗ്രഫിക്കൽ പൊസിഷൻ കാരണം തന്നെ ഇവർ നിർമ്മിക്കാൻ ശ്രമിച്ച ഈ ഫൈറ്റർ വിമാനത്തിൻ്റെ സ്പെസിഫിക്കേഷനും വളരെയധികം പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, സോവിയറ്റ് വിമാനങ്ങളുടെ ഭീഷണി ഒഴിവാക്കാൻ സ്വീഡന് വേണ്ടിയിരുന്നത് ഒരു ഇൻ്റർസെപ്റ്റർ ആയിരുന്നു. അതായത് കുറഞ്ഞത് മാക് 1.5 വേഗത്തിലും പറക്കാൻ സാധിക്കുന്ന ഒരു ഇൻ്റർസെപ്റ്റർ. ഈ ഇൻ്റർസെപ്റ്റർ വിമാനത്തിന് വേണ്ട മറ്റുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അതായത് സ്വീഡൻ്റെ സദേൺ ഭാഗം വിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വിജനമായ വനപ്രദേശങ്ങളാണ്. അവിടെ എല്ലാം പോയി എയർബേസുകൾ ഒരുക്കുക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കലായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രദേശത്തു നിന്നോ, അതായത് ഹൈവേകളിൽ നിന്നോ റോഡുകളിൽ നിന്നോ അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ നിന്നൊക്കെ ലാൻഡിങ് നടത്താനും അവിടെ നിന്ന് നിഷ്പ്രയാസം ടേക്ക് ഓഫ് നടത്താനും കഴിയുന്ന ഒരു വിമാനമായിരുന്നു ഇവർക്ക് വേണ്ടത്. കൂടാതെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആർക്കും വിമാനത്തെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള അറിവ് മാത്രമുള്ള ഒരാൾക്ക് പോലും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിമാനമായിരിക്കണം. അതായത് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ മാരുതി 800 പോലെയും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഫെറാറി പോലെയും പെർഫോം ചെയ്യുന്ന ഒരു വിമാനം ഇതായിരുന്നു സ്വീഡന് വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ശ്രമങ്ങളുടെ തുടക്കം എന്ന രീതിയിൽ സ്വീഡൻ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു. അപ്പം പ്രോട്ടോടൈപ്പ് എന്നല്ല ഇതിനെ പറയേണ്ടത്. അതായത് ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്താദ്യമായിട്ട് ഡബിൾ
ഡെൽറ്റ വിങ് എയർ ഫ്രെയിം ഉണ്ടായിരുന്ന വിമാനമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സാബ് 35 ഡ്രാക്കൺ. അപ്പോൾ എന്തുകൊണ്ടാണ് ജെറ്റ് ഫൈറ്ററുകൾ പോലെയുള്ള കാര്യങ്ങളൊന്നും നിർമ്മിച്ച് യാതൊരു പരിചയമില്ലാത്ത സ്വീഡൻ വളരെ അഗ്രസീവായിട്ട് ഇങ്ങനെ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ട് അതുവരെ ലോകത്ത് ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു ഡിസൈൻ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഈ ഡബിൾ ഡെൽറ്റ വിങ് ഡിസൈനിൻ്റെ എയറോഡൈനാമിക് ഫീസിബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കിയെടുത്തു. ഇത് അറിയപ്പെടുന്നത് ലിറ്റിൽ ഡ്രാഗൺ എന്നാണ്. അപ്പോൾ ഇവരിതിൻ്റെ എയറോഡൈനാമിക് ഫീസിബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് നിരന്തരമായിട്ട് പറത്തി നോക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ ഈ വിമാനത്തിൽ ഉപയോഗിച്ച എഞ്ചിൻ, അതായത് ബ്രിട്ടീഷ് എഞ്ചിൻ നിർമ്മാതാക്കളായിട്ടുള്ള റോൾസ് റോയ്സിൻ്റെ എവോൺ എന്ന് പറയുന്ന എഞ്ചിൻ്റെ ഒരു ലൈസൻസ്ഡ് കോപ്പിയാണ് ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ മോഡലൊക്കെ സ്വീഡൻ ഉപയോഗിച്ചത്. അപ്പം ഈ പ്രോട്ടോടൈപ്പിൽ ഈ ഡബിൾ ഡെൽറ്റ വിങ് കോൺഫിഗറേഷനുള്ള ഈ വിമാനത്തിൻ്റെ ആഫ്റ്റർ ബേണർ ഉപയോഗിച്ചുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി ഇവർ ഒരു ടെസ്റ്റ് നടത്തി. ആ ദിവസം പൈലറ്റ് അങ്ങോട്ട് ആഫ്റ്റർ ബേണർ ഓണാക്കി. അപ്പോൾ ഈ വിമാനത്തിന് എന്താണ് സംഭവിക്കുന്നത് പൈലറ്റിന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ നൊടിയിടയിൽ ഒരു നിമിഷാർദ്ധത്തിൽ ഈ പ്രോട്ടോടൈപ്പ് വിമാനം സൗണ്ട് ബാരിയർ ക്രോസ് ചെയ്തു. പ്രൊപ്പലർ വിമാനങ്ങൾ മാത്രം പറത്തി ശീലമുണ്ടായിരുന്ന ആ സ്വീഡിഷ് ടെസ്റ്റ് പൈലറ്റ് നല്ലൊരു ഭയത്തോടെയാണ് താൻ പറത്തിക്കൊണ്ടിരിക്കുന്ന ആ വിമാനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞത്. പക്ഷേ താഴെ സ്വീഡിഷ് ഡിസൈനർമാർ സന്തോഷം കൊണ്ട് മതിമറന്നു. അവരുടെ സൃഷ്ടി അവരുടെ സങ്കല്പത്തിനും അപ്പുറത്ത് കേപ്പബിലിറ്റി ഉള്ളൊരു വിമാനമാണെന്ന് ആ ഡിസൈനർമാർ സ്വയം തിരിച്ചറിയുകയായിരുന്നു. അതായത് ബേസിക്കലി ഈ വിമാനം വളരെ നിഷ്പ്രയാസം സൗണ്ട് ബാരിയർ ക്രോസ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ ആ എയർ ഫ്രെയിമിൻ്റെ ഡിസൈൻ മികവ് തന്നെയാണ്. ആ ഉപയോഗിച്ച ഡിസൈൻ ഡബിൾ ഡെൽറ്റ വിങ് എന്ന് പറയുന്ന ആ ഡിസൈൻ്റെ മികവ് തന്നെയാണ്. അപ്പോൾ ഈ ഡബിൾ ഡെൽറ്റ വിങ് എന്നുള്ള കോൺഫിഗറേഷനിലേക്ക് സ്വീഡൻ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗപ്പെട്ടിരുന്നത് പ്രൊപ്പലർ ഡ്രിവൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ്. ഇവയെല്ലാം പറഞ്ഞിരുന്നത് സബ്സോണിക് സ്പീഡിലാണ്. അപ്പോൾ ഈ സബ്സോണിക് സ്പീഡിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സ്പീഡിൽ മാക്സിമം സ്റ്റെബിലിറ്റി ലഭിക്കുന്ന രീതിയിലായിരുന്നു ഈ വിമാനങ്ങളിലെല്ലാം വിങ് ഡിസൈൻ. അതിപ്പം സെക്കൻഡ് വേൾഡ് വാറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിമാനം P-51 മസ്റ്റാങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിലൊരു ട്രപ്പിസോഡൽ വിങ് ഡിസൈനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ സൂപ്പർമറീൻ സ്പിറ്റ് ഫയർ ഇതിലൊരു എലിപ്റ്റിക്കൽ വിങ് ഡിസൈനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവയെല്ലാം തന്നെ സ്ലോ സ്പീഡ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാൾ സ്പീഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച ഡിസൈനുകളാണ്. പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് തന്നെ വിമാനങ്ങളുടെ വിങ് ഡിസൈനിൽ വളരെ നിർണായകമായ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതായത് ലോകത്തിലെ ആദ്യത്തെ പ്രാക്ടിക്കൽ ജെറ്റ് ഫൈറ്റർ Me-262 ജർമ്മനി നിർമ്മിച്ചു. സ്വാഭാവികമായിട്ടും പ്രൊപ്പലർ എഞ്ചിനുകളുടെ സ്ഥാനത്തേക്ക് ജെറ്റ് എഞ്ചിൻ വന്നതോടുകൂടി വിമാനങ്ങളുടെ സ്പീഡ് ക്രമാതീതമായി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി, ഈ അതിമാരക വേഗത്തിൽ പറക്കുന്ന വിമാനങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഒരുക്കാൻ വേണ്ടി വിങ് ഡിസൈനിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നു. അങ്ങനെയാണ് സെപ്റ്റ് വിങ് ഡിസൈൻ എന്നറിയപ്പെടുന്ന പുതിയ വിങ് ഡിസൈൻ കടന്നു വരുന്നത്. അപ്പോൾ സെപ്റ്റ് വിങ് ഡിസൈനിൻ്റെ ഏറ്റവും വലിയ പോരാഴിക എന്ന് പറഞ്ഞാൽ ഇതിന് സ്ലോ സ്പീഡ് സ്റ്റെബിലിറ്റി വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പരിധിയിൽ താഴെ ഇത് പതുക്കെ പറത്താൻ സാധിക്കത്തില്ല. ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്നത് ഫ്രഞ്ചുകാരാണ്. അതായത് ദസോൾ മിറാഷ് 3 ഫ്രഞ്ചുകാർ ഡെൽറ്റ വിങ് ഡിസൈൻ കൊണ്ടുവന്നു. അപ്പോൾ ഡെൽറ്റ വിങ് ഡിസൈൻ വന്നതോടുകൂടി വിമാനങ്ങളെ സ്ലോ സ്പീഡ് സ്റ്റെബിലിറ്റി വർദ്ധിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ മെനുവോളിറ്റി വർദ്ധിച്ചു. അതായത് ഹൈ ആംഗിൾ ഓഫ് അറ്റാക്കിലൊക്കെ വിമാനങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഡെൽറ്റ വിങ് എന്ന് പറയുന്നത്. പക്ഷേ ഡെൽറ്റ വിങ് ഡിസൈനിൻ്റെ ഒരു പോരാഴിക എന്ന് പറഞ്ഞാൽ ഇത് ഈ വിമാനങ്ങളുടെ എയറോഡൈനാമിക് സ്റ്റെബിലിറ്റി അത് കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എയറോഡൈനാമിക് സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് ലോകത്ത് നിലവിലുള്ള എല്ലാ 4th ജനറേഷൻ അല്ലെ 4+ ജനറേഷൻ വിമാനങ്ങൾ അല്ലെ നമുക്ക് പരിചിതമായിട്ടുള്ള എല്ലാ മികച്ച എയർക്രാഫ്റ്റുകളും മികച്ച ഫൈറ്റർ വിമാനങ്ങളെല്ലാം തന്നെ എയറോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ എയറോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള എയർ ഫ്രെയിമിലേക്ക് നമ്മൾ സ്റ്റെബിലിറ്റി കൃത്രിമമായിട്ട് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്ലൈ ബൈ വയർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൺട്രോളുകളൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ എയർ ഫ്രെയിമിലേക്ക് നമ്മൾ സ്റ്റെബിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി കൃത്രിമമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന 50കളുടെ കാര്യമാണ്. ഈ സമയത്ത് ഈ ഫ്ലൈ ബൈ വയർ സാങ്കേതികവിദ്യയോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൺട്രോളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഇതിനൊരു മെക്കാനിക്കലി ഈ എയറോഡൈനാമിക്കൽ അൺസ്റ്റെബിലിറ്റി ഒരു പരിഹാരം കണ്ടെത്തിയത് സോവിയറ്റ് യൂണിയനാണ്. അതായത് MiG-21 എന്ന് പറയുന്ന വിഖ്യാതമായ ഫൈറ്ററിലാണ് ഡെൽറ്റ വിങ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പരിധിവരെ എയറോഡൈനാമിക്കലി സ്റ്റേബിളായ ഒരു എയർ ഫ്രെയിം നിർമ്മിച്ചെടുത്തത്. അതായത് MiG-21 എന്ന് പറയുന്ന ഫൈറ്റർ വിമാനത്തിൻ്റെ ഡിസൈൻ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു ഡെൽറ്റ വിങ് ഡിസൈനാണുള്ളത്. പക്ഷേ വിമാനത്തിൻ്റെ വാലിലേക്ക് വരുമ്പോൾ അതായത് വെർട്ടിക്കൽ സ്റ്റെബിലൈസറിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് കാണാൻ സാധിക്കും ഈ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ ഇരുവശത്തും ഹൊറിസോണ്ടലായിട്ട് 2 ചിറകുകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ 2 ചിറകുകൾ, അതായത് ഒരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് വിളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള 2 ചെറിയ ചിറകുകൾ കൂടി ഇതിൻ്റെ ടെയിൽ എൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഡിസൈനിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ എയറോഡൈനാമിക് അൺസ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആ പ്രോബ്ലത്തെ ഒരു പരിധിവരെ മറികടന്നത്. അപ്പോൾ സ്വീഡൻ ഈ വിമാനത്തിൻ്റെ ഡിസൈനിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഫ്രഞ്ചുകാർ ഉണ്ടാക്കിയ ഡെൽറ്റ വിങ് ഡിസൈനും അവർ കണ്ടു. അതുപോലെ തന്നെ ആ ഡെൽറ്റ വിങ് ഡിസൈനിന് ഉണ്ടായ പോരാഴിക പരിഹരിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ കണ്ടെത്തിയ പരിഹാരവും അവർ കണ്ടു. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ പറഞ്ഞ വിമാനങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട വിമാനങ്ങളാണ്. അതായത് ഡ്രാക്കൻ്റെ കാര്യം എടുത്താലും MiG-21 കാര്യം എടുത്താലും അല്ലെങ്കിൽ മിറാഷിൻ്റെ കാര്യം എടുത്താലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് ഒരേ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞ അറിവുകളൊക്കെ ഡിസൈനർമാരുടെ ലോകത്ത് അവൈലബിൾ ആയിരുന്നു.
പക്ഷേ ഇതൊക്കെ അറിയാമായിട്ടും സ്വീഡൻ ഒരിക്കലും ഫ്രഞ്ചുകാരുടെ പുറകെയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഡിസൈനിൻ്റെ പുറകെയോ ഒന്നും പോയില്ല. അവർ അവരുടേതായ രീതിയിൽ ഒരു എയർഫ്രെയിം ഡിസൈൻ ചെയ്തെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ ഡബിൾ ഡെൽറ്റ വിങ് കോൺഫിഗറേഷനുള്ള വിമാനം പിറവിയെടുക്കുന്നത്. അപ്പോൾ ഡബിൾ ഡെൽറ്റ വിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വിമാനത്തിൻ്റെ ഡിസൈൻ പരിശോധിക്കുകയാണെങ്കിൽ 2 വ്യത്യസ്ത കോണളവുകളുള്ള 2 ത്രികോണങ്ങൾ ഇവ കൂട്ടി യോജിപ്പിച്ച രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. അതായത് നമ്മൾ മുന്നിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മുന്നിലത്തെ ആ ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 80 ഡിഗ്രി ആംഗിളിലാണ് ഈ വിമാനത്തിന് മുൻഭാഗത്തു നിന്നും എയർ ഫ്രെയിം ആരംഭിക്കുന്നത്. പിന്നിലേക്ക് വരുമ്പോഴത്തേന് അതിൻ്റെ മധ്യഭാഗം കഴിയുന്നതോടുകൂടി വിമാനത്തിൻ്റെ ചിറകുകളുടെ കോണളവ് മാറുന്നു. അവിടെ 60 ഡിഗ്രി ആംഗിളിലേക്ക് മാറുകയാണ് കോണളവ്. അപ്പോൾ ഈ ഡിസൈൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ വിമാനത്തിൽ അനുഭവപ്പെടുന്ന ഡ്രാഗ് നോർമൽ ഡെൽറ്റ വിങ് ഡിസൈനിനേക്കാളും കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറയിലേക്ക് വരുമ്പോൾ മധ്യഭാഗത്തു നിന്നും ഇതിൻ്റെ വിങ് ഏരിയ ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് സ്ലോ സ്പീഡ് സ്റ്റെബിലിറ്റിയും ലഭിക്കും. അതുപോലെ തന്നെ വിമാനത്തിൻ്റെ ഏറ്റവും പുറകിൽ ഇതിൻ്റെ പിച്ചും ഫ്ലോയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എലിവോൺസ് എന്നൊക്കെ വിളിക്കുന്ന റഡറുകൾ അല്ലെങ്കിൽ എലിവോൺസ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 4 റഡറുകൾ അല്ലെങ്കിൽ 4 എലിവോൺസ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് താരതമ്യേന ഈ 2 ഔട്ടർ എലിവോൺസും വലിയ ഇന്നർ എലിവോൺസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിസൈനിലൂടെ എയറോഡൈനാമിക് ഇൻസ്റ്റബിലിറ്റിക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചെങ്കിലും അത് പൂർണ്ണമായി ഒഴിവാക്കാനൊന്നും സാധിച്ചില്ല. ഇനി ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ സ്വീഡൻ ഇതിൽ ഉപയോഗിച്ചത് ബ്രിട്ടീഷ് എഞ്ചിൻ നിർമ്മാതാക്കളുടെ റോൾസ് റോയ്സിൻ്റെ എവോൺ എന്ന് പറയുന്ന എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ആ എഞ്ചിൻ്റെ ഒരു ലൈസൻസ്ഡ് സ്വീഡിഷ് കോപ്പിയാണ് ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ 1955 ഒക്ടോബർ 25-നാണ് ഈ വിമാനം അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുന്നത്. അക്കാലത്തെ ഏറ്റവും മികച്ച ഡോഗ് ഫൈറ്റ് കേപ്പബിൾ വിമാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സാബ് 35 ഡ്രാക്കൺ എന്ന ഈ വിമാനത്തിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.3 മാക്ക് ആയിരുന്നു. അപ്പോൾ ഡോഗ് ഫൈറ്റ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഇതിൻ്റെ ഓൺബോർഡ് ക്യാനൺ. ഈ വിമാനത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യ വേരിയൻറ്റുകളിൽ 2 30mm ക്യാനൺസ് ഉണ്ടായിരുന്നു. പിന്നീട് വന്ന മോഡലുകളിൽ ഇത് ഒരു ക്യാനണായിട്ട് മാറി. ഇതുകൂടാതെ ബോംബുകളും മിസൈലുകളും അതുപോലെ എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക്സുകളൊക്കെ ഘടിപ്പിക്കാൻ വേണ്ടി 6 എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റ്സുകൾ ഇതിലുണ്ട്. ഇനി ഡോഗ് ഫൈറ്റിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മെനൂവറിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് മെനൂവറിറ്റി മൂവുകൾ ഒന്നായി കണക്കാക്കപ്പെടുന്ന കോബ്ര മെനൂവർ ആദ്യമായി പെർഫോം ചെയ്ത വിമാനമാണ് സാബ് 35 ഡ്രാക്കൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വിമാനത്തിൽ കാര്യമായ ഡിസൈൻ മികവുകളൊക്കെ ഉപയോഗിച്ചെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഇത് എയറോഡൈനാമിക്കലി സ്റ്റേബിൾ അല്ല. അപ്പോൾ ഈ ഇൻസ്റ്റബിലിറ്റി മൂലം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വിമാനത്തെ നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല. അത് പ്രത്യേകിച്ചും സ്ലോ സ്പീഡിൽ പറക്കുന്ന സമയത്തൊക്കെ. ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സ്വീഡിഷ് പൈലറ്റുകൾ പല തന്ത്രങ്ങളും പയറ്റി അതിനൊടുവിലാണ് ഈ വിഖ്യാതമായ കോബ്ര മെനൂവർ ഉടലെടുക്കുന്നത്. അതായത് ഈ വിമാനം ഒരു ഹൈ അറ്റാക്ക് ആംഗിൾ ഒരു ആൽഫ മെനൂവർ നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ വിമാനത്തിന് ഇത്രയും വലിയ വിങ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ വിമാനം ഒരു എയർ ബ്രേക്കായി ആക്ട് ചെയ്യും. അങ്ങനെ എയർ ബ്രേക്കായി ആക്ട് ചെയ്യുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ സൂപ്പർസോണിക് സ്പീഡിൽ പറക്കുന്ന വിമാനം ഒരു ഇൻസ്റ്റന്റേനിയസ് സ്റ്റാളിലേക്ക് വരികയും ചെയ്യും. ഇതിനെ മറികടക്കാൻ വേണ്ടി പൈലറ്റുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിമാനത്തിൻ്റെ വേഗത മാക്സിമം വർദ്ധിപ്പിക്കും. വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ പവർ മാക്സിമം വർദ്ധിപ്പിച്ചുകൊണ്ട് കൺട്രോൾ സ്റ്റിക്ക് ശക്തമായി മുന്നോട്ട് തള്ളും. അപ്പം വിമാനത്തിൻ്റെ നോസ് പെട്ടെന്ന് തന്നെ താഴേക്ക് വരികയും സ്റ്റോളിലേക്ക് പോകാതെ തന്നെ വിമാനം പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പരിപാടി സ്വീഡിഷ് പൈലറ്റുകൾ നടത്തിയിട്ടുള്ളത് പരിശീലന പറക്കലുകളുടെ ഭാഗമായിട്ട് മാത്രമല്ല, ആക്ച്വൽ കോമ്പാറ്റ് സിനോരിയോസിൽ പോലും ഇവരിത് ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ച്വൽ കോമ്പാറ്റ് സിനോരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുവെ ഇൻ്റർസെപ്ഷന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ശത്രു വിമാനങ്ങളെ ഇവരുടെ അതിർത്തിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള പെർഫോമൻസ് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം പറയുന്നത് ഈ വിമാനം സ്വീഡൻ മാത്രമല്ല ഫിൻലാൻഡ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ഫിന്നിഷ് പൈലറ്റ് ഒരു ബ്രിട്ടീഷ് എയർക്രാഫ്റ്റിനെ, അതായത് HS നോമാഡ് എന്നറിയപ്പെടുന്ന മാരിടൈം എയർക്രാഫ്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഡ്രാക്കൺ വിമാനം ഈ HS നോമാഡിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ നോമാഡ് പറത്തിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷ് പൈലറ്റിന് ഒരു കൗതുകം തോന്നി. അതായത് പുള്ളിക്ക് ഈ വിമാനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത്രയും വലിയ ഡെൽറ്റാവിങ് ഡിസൈനുള്ള ഡബിൾ ഡെൽറ്റാവിങ് ഡിസൈനുള്ള ഈ വിമാനം ഒരു കാരണവശാലും സ്ലോ സ്പീഡിൽ പറത്താൻ സാധിക്കത്തില്ലെന്ന് ഈ ബ്രിട്ടീഷ് പൈലറ്റിന് പിടികിട്ടി. അതോടുകൂടി ബ്രിട്ടീഷ് പൈലറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയുടെ വിമാനത്തിൻ്റെ വേഗത മാക്സിമം കുറച്ചു. ഇത് കണ്ട ഫിന്നിഷ് പൈലറ്റ് കോബ്ര മെനൂവർ പെർഫോം ചെയ്ത് ഈ സ്ലോ സ്പീഡിൽ പറക്കുന്ന വിമാനത്തിനൊപ്പം പിടിച്ചു. ഒരു തവണയല്ല പല തവണ ഇദ്ദേഹം ഈ ഹൈ എജിലിറ്റി മെനൂവറിറ്റി മൂവ് പെർഫോം ചെയ്തു. ഇത് കണ്ട് കണ്ണ് തള്ളിപ്പോയ ബ്രിട്ടീഷ് പൈലറ്റ് ഒരു ഓപ്പൺ റേഡിയോ ഫ്രീക്വൻസിയിലൂടെ നമ്മുടെ ഈ ഫിന്നിഷ് പൈലറ്റിനെ കാര്യമായി അഭിനന്ദിച്ചിട്ടാണ് കളം വിട്ടത്. ഈ സാഹചര്യത്തിൽ മാത്രമല്ല സ്വീഡൻ സോവിയറ്റ് യൂണിയൻ്റെ പല വിമാനങ്ങളും പ്രത്യേകിച്ചും MiG-21 പോലെയുള്ള ഹൈലി അജൈലായിട്ടുള്ള വിമാനങ്ങളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ അവർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ ഒരു മെനൂവറിറ്റി മൂവ് നടത്തി സോവിയറ്റ് പൈലറ്റുകളെ പോലും ഫിൻലാൻഡും സ്വീഡനും ഒക്കെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം MiG-21 എന്ന് പറഞ്ഞാൽ 50കളിലും 60കളിലും ലോകത്ത് നിലനിന്ന ഏറ്റവും അജൈലായിട്ടുള്ള ഏറ്റവും മെനൂവറായിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒരു ഇന്റർസെപ്റ്റർ വിമാനമാണ്. അപ്പം സ്വീഡിഷ് പൈലറ്റുകളുടെ ഈ ഇത്തരത്തിലുള്ള അഭ്യാസ പഠനങ്ങൾ കണ്ടിട്ട് സോവിയറ്റ് പൈലറ്റുകൾ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. അതായത് സ്വീഡൻ്റെ ഒരു അഭ്യാസം അല്ല സ്വീഡൻ്റെ ഒരു സർക്കസ് ആയിട്ട് മാത്രമാണ് അവർ കണക്കാക്കിയത്. പക്ഷേ ഈ പറഞ്ഞ MiG-21 ഉപയോഗിച്ചും ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താൻ സാധിക്കും, ഈ പറഞ്ഞ കോബ്ര മെനൂവർ ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയത് സോവിയറ്റ് യൂണിയനല്ല, അത് സിറിയക്കാരാണ്.
അതായത് ഒരിക്കലും ഒരു സിറിയൻ പൈലറ്റ് ഈ MiG-21 വിമാനമായിട്ടൊരു പരിശീലന പറക്കൽ നടത്തുകയായിരുന്നു. അപ്പം പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഈ വിമാനത്തിൻ്റെ കൺട്രോൾ പുള്ളിക്ക് നഷ്ടപ്പെടുകയും അങ്ങനെ വിമാനം കൺട്രോൾ വിട്ട് പുറത്തേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഈ സ്വീഡിഷ് പൈലറ്റുകൾ ഉപയോഗിച്ചതിന് സമാനമായ ഒരു രീതിയിൽ ഈ വിമാനത്തെ നിയന്ത്രിച്ചു. അതായത് വിമാനം നിയന്ത്രണം വിട്ട് ഏതാണ്ട് ഒരു വെർട്ടിക്കൽ പൊസിഷനിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇദ്ദേഹം എഞ്ചിൻ്റെ വേഗത വർദ്ധിച്ച് കൺട്രോൾ സ്റ്റിക്ക് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് തള്ളി വിമാനത്തിൻ്റെ നോസ് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കോബ്ര മെനൂവർ പെർഫോം ചെയ്യുന്നത്. ഇത് തിരിച്ചറിഞ്ഞതോടുകൂടി ഈ പറഞ്ഞ സിറിയൻ പൈലറ്റ് അദ്ദേഹം വീണ്ടും ഇതേ പരിപാടി റിപ്പീറ്റ് ചെയ്ത് നോക്കി. ഇത് ഇദ്ദേഹം പലതവണ പെർഫോം ചെയ്ത് നോക്കിയെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഈ പരിപാടി പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ സഹപ്രവർത്തകരെ എന്ന് മാത്രമല്ല, സിറിയയിൽ നിന്നും ഈ ഒരു ടെക്നിക്ക് MiG-21 ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താമെന്നുള്ള അറിവ് ഈജിപ്ഷ്യൻ എയർഫോഴ്സിലും ചെന്നുപെട്ടു. തുടർന്ന് അറബ് ഇസ്രായേൽ വാർ നടന്നപ്പോഴത്തേന്, അതായത് 1973 ഒരു ഈജിപ്ഷ്യൻ പൈലറ്റ് ഈ ഇസ്രായേലിന് മുന്നിൽ ഈ പെർഫോമൻസ് നടത്തി കാണിച്ചു. അതോടുകൂടി ഈ വാർത്ത ലോകമെമ്പാട് പറഞ്ഞു. അതായത് ഇസ്രായേലി പൈലറ്റിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു, വെർട്ടിക്കലായിട്ട് വാലും കുത്തി പറക്കുന്ന MiG-21 വിമാനങ്ങൾ ഞങ്ങൾ ആകാശത്ത് കണ്ടുവന്ന രീതിയിൽ ഇസ്രായേലി പൈലറ്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ ന്യൂസ് സോവിയറ്റ് യൂണിയൻ്റെ പക്കലെത്തി. അവർ വിചാരിച്ചു ഞങ്ങളുണ്ടാക്കിയ വിമാനത്തിന് ഇങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ടായിരുന്നോ എന്ന് വിചാരിച്ച് സോവിയറ്റ് യൂണിയനിലെ പൈലറ്റുകൾ ഇത് പെർഫോം ചെയ്ത് നോക്കി. അപ്പോൾ ശരിയാണ്, കാര്യം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ കോബ്ര മെനൂവർ സ്വീഡന് മാത്രമല്ല, ഫിൻലാൻഡിന് മാത്രമല്ല, ഡ്രാക്കന് മാത്രമല്ല, ഞങ്ങളുടെ MiG-21 പറ്റും എന്ന് സോവിയറ്റ് യൂണിയൻ അവിടെ തിരിച്ചറിയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് സോവിയറ്റ് യൂണിയൻ കാണിച്ചത് അത്ഭുതമാണ്. അതായത് 1987 ആയപ്പോഴത്തേന് സുഖോയി Su-27 എന്ന് പറയുന്ന വിമാനം സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചു. സുഖോയി Su-27 ഫസ്റ്റ് ഫ്ലൈറ്റ് നടന്നു. പല ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് ടെസ്റ്റ് വരെയായിരുന്ന ഇഗോർ വോക്ക് കോബ്ര മെനൂവർ പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രാക്കൺ പെർഫോം ചെയ്ത പോലെ അല്ലെങ്കിൽ MiG-21 പെർഫോം ചെയ്ത പോലെ ഒന്നുമല്ല. അക്ഷരാർത്ഥത്തിൽ ആകാശത്ത് സുഖോയി പണമുയർത്തി നൃത്തമാടി. തുടർന്ന് ആ വർഷത്തെ പാരീസ് എയർ ഷോയിൽ വിക്ടർ പുഗാച്ചേവ് ഈ പെർഫോമൻസ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. അതായത് ഞാൻ പറഞ്ഞല്ലോ, സുഖോയി Su-27 എന്ന് പറഞ്ഞാൽ ആകാശത്ത് നൃത്തം വയ്ക്കുന്ന വിമാനമാണ്. അതുകൊണ്ട് തന്നെ പാരീസ് എയർ ഷോയിൽ വിക്ടർ പുഗാച്ചേവ് ഈ മൂവിനെ, ഈ കോബ്ര മെനൂവറിനെ വേറൊരു തലത്തിൽ തന്നെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ കോബ്ര മെനൂവർ ഇന്ന് അറിയപ്പെടുന്നത് പുഗാച്ചേവ് കോബ്ര എന്നാണ്. അതായത് വിക്ടർ പുഗാച്ചേവിൻ്റെ പേരിലാണ് ഈ മൂവ്മെൻറ്റ് ഇന്ന് അറിയപ്പെടുന്നത്. പലരും അതിന് വേറെ പല പേരിൽ അമേരിക്കക്കാർ വിളിക്കുമെങ്കിലും പ്രശസ്തമായത് ഈ പേരിലാണ്. ഇനി ഡ്രാക്കണിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1955 മുതൽ 1991 വരെ ഡ്രാക്കണിൻ്റെ പല വേരിയൻറ്റുകളും സ്വീഡൻ നിർമ്മിച്ചു. അതായത് സാബ് 35A മുതൽ സാബ് 35J വരെയുള്ള പല വേരിയൻറ്റുകളും ഈ ഡ്രാക്കണിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വീഡൻ മാത്രമല്ല, ഫിൻലാൻഡ്, അതുപോലെ ഡെൻമാർക്ക്, ഓസ്ട്രിയ തുടങ്ങിയ പല രാജ്യങ്ങളും ഈ പറഞ്ഞ സ്വീഡിഷ് സാബ് 35 ഡ്രാക്കൺ അവരുടെ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു വിമാനമായിട്ട് പോലും ഈ വിമാനം ഒരിക്കൽ പോലും ഒരു ആംഡ് കോൺഫ്ലിക്റ്റിൽ, ഒരു യുദ്ധത്തിൽ ഇത് പങ്കെടുത്തിട്ടില്ല. അതായത് നമ്മൾ ഈ ഡ്രാക്കൺ എന്ന് പറയുന്ന ഈ വിമാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ മാത്രമാണ് ഇതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ മിസൈലും വഹിച്ചുകൊണ്ടുള്ള, ആയുധവും വഹിച്ചുകൊണ്ട് ഒരു അതിർത്തിയിലേക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് യുഗോസ്ലാവിയൻ യുദ്ധം നടന്ന കാലത്ത് യുഗോസ്ലാവിയയുടെ ഒരു ഫൈറ്റർ വിമാനം ഓസ്ട്രിയയുടെ അതിർത്തി ഭേദിച്ച് കടന്നു വരികയുണ്ടായി. അപ്പോൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി ഓസ്ട്രിയൻ എയർഫോഴ്സിൻ്റെ ഒരു ഡ്രാക്കൺ വിമാനം മിസൈലുകളും വഹിച്ചുകൊണ്ട് അറ്റാക്കിന് റെഡിയായി പറഞ്ഞു തന്നു. ആ ഒരു അറ്റാക്ക് നടത്തുകയായിരുന്നെങ്കിൽ ഇത്രയും കേപ്പബിളായിട്ട് ഒരു യുദ്ധത്തിൽ പോലും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള ആ പേരുദോഷം ഡ്രാക്കൻ്റെ പേരിൽ നിന്ന് മാറി കിട്ടിയേനെ. ഏതായാലും അത് സംഭവിച്ചില്ല. സമാധാനപ്രിയന്മാരായ ആൾക്കാർ നിർമ്മിച്ചതുകൊണ്ടായിരിക്കും വളരെ സമാധാനപൂർണ്ണമായ ഒരു ചരിത്രമാണ് ഇത്രയും ഭീകരനായ ഡ്രാക്കൺ എന്ന ഈ വിമാനത്തിനുള്ളത്. അപ്പോൾ 2005 വരെയാണ് ഈ വിമാനം സർവീസിലുണ്ടായിരുന്നത്. അവസാനമായിട്ട് ഈ വിമാനം ഉപയോഗിച്ചത് ഓസ്ട്രിയൻ എയർഫോഴ്സ് ആണ്. അതായത് ഓസ്ട്രിയൻ എയർഫോഴ്സിൽ നിന്ന് നമ്മുടെ സാബ് 35 ഡ്രാക്കൺ ഒഫീഷ്യലി വിരമിക്കുന്നത്. തന്നെയല്ല, ഈ സമയമൊക്കെ 2005 ആയപ്പോഴത്തേന് സ്വീഡൻ്റെ പക്കൽ വളരെ മികച്ച ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അതായത് സാബ് ഗ്രിപ്പൺ. അതുകൊണ്ട് തന്നെ സാബ് 35 ഡ്രാക്കൺ എന്ന ഈ വൈക്കിംഗ് ഡ്രാഗണിൻ്റെ സംഭവബഹുലമായ ചരിത്രം 2005 ആയപ്പോഴത്തേന് അവസാനിച്ചു. അപ്പോൾ സംഭവബഹുലമായ ചരിത്രം എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഒന്നാമത് ഇതിൻ്റെ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ, ഇന്ന് നമ്മൾ കാണുന്ന പല ഫ്ലൈ വേവിംഗ് അല്ലെങ്കിൽ ടെയിൽലെസ് എയർക്രാഫ്റ്റുകളുടെയും ഡിസൈനിന് അടിസ്ഥാനമായത് അല്ലെങ്കിൽ ഡിസൈനിന് പ്രചോദനമായത് ഈ പറഞ്ഞ വിമാനമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ മെനൂവറിറ്റി മൂവുകളിലൊന്നായ കോബ്ര മെനൂവർ ഉടലെടുത്തതും ഈ വിമാനം കാരണമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഏവിയേഷൻ ഹിസ്റ്ററിയിലെ വളരെ നിർണായകമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വിമാനം തന്നെയാണ് സാബ് 35 ഡ്രാക്കൺ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.